500. അതവര് കട്ട് ചെയ്ത് തരും. മത്തിയും നെത്തോലിയൊക്കെ ആണേലേ ഉള്ളൂ കട്ട് ചെയ്യാത്തത്, ബാക്കിയെല്ലാം കട്ട് ചെയ്ത് തരും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുത്തുമണി വന്നിരിക്കുകയാണ്. എരിപൊരി വെയിലത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളു. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചെങ്ങന്നൂർ വന്നു. അവിടുന്ന് ബസ്സിന് പത്തനംതിട്ട വന്ന് നമ്മുടെ ഫാർമസിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് മാറുന്നിടത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങി അങ്ങോട്ട് വന്നു. അന്നേരം അവിടെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ആ കസ്റ്റമറിനൊക്കെ മെഡിസിനൊക്കെ കൊടുത്ത് അവരെല്ലാം പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പോരുന്നു. ഇനിയും തിരിച്ച് ഈ എരിപൊരി വെയിൽ കൊള്ളാൻ എനിക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ചെല്ലത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്ര മണിയായി കുഞ്ഞെ? 1 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. 1:45 കണ്ടായി സമയം. അതുകൊണ്ട് കഴിച്ചില്ല, കഴിക്കണം. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ മീൻ വാങ്ങിക്കാൻ നിർത്തി. മുത്തിന് കൊഞ്ച് വേണമെന്ന് പറഞ്ഞു. കൊഞ്ചെന്നാണ് ഞാൻ എല്ലാത്തിനും പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നത് ചെമ്മീനാണ് അമ്മക്കിളി, കൊഞ്ചല്ല. കൊഞ്ച് ഏതാ ചെമ്മീൻ ഏതാന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ പ്രിയങ്ങളെ, സത്യം. ഞാൻ ആ ഷേപ്പിലിരിക്കുന്ന എല്ലാം കൊഞ്ചെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ മേടിച്ചത് അന്നത്തെ പോലെ അതിന്റെ പേര് തക്കാളി കൊഞ്ചെന്നായിരുന്നു. ഒരു ചുമന്ന കളറിലിരിക്കുന്നതായിരുന്നു. അതല്ല നമ്മൾ വാങ്ങിച്ചത്. ഇന്ന് വേറെ ഒരു സൈസിലേ മേടിച്ചത്. അതിന്റെ കുറച്ച് സാധാരണ കൊഞ്ചാ വാങ്ങിച്ചത്. അതവര് ഇതിനകത്ത് കാണത്തില്ല, കുറച്ചേ കാണത്തുള്ളൂ. ക്ലീൻ ചെയ്ത് എന്തുവാടാ ഇത്? അത് ഞാൻ ഒന്ന് സ്റ്റോറി ഇട്ടത് അമ്മ കണ്ടില്ലേ? മുട്ടായ അപ്പുറത്തുനിന്ന് ഇതുണ്ടോ വലിക്കുന്ന സാധനം കണ്ടോ? ആ ടെഡിബിയർ പോലത്തെ മുട്ടായാണ് ഞങ്ങൾ തിന്നതെന്ന്. അത്ര അയ്യാടാ, തിന്നിട്ട് വേണ്ട ഇത്രയും മുട്ടായി ചൂട് കഴിച്ചു നോക്ക്. നല്ല വിലയുള്ള മുട്ടായ. ചോക്ലേറ്റ് 250 രൂപയുടെ മുട്ടായ. എനിക്ക് 26 രൂപയ്ക്ക് കിട്ടിയത്. മറ്റേ വാലന്റൈൻസ് ഡേ ഫ്രീ ആയിട്ട്. വാലന്റൈൻസ് ഡേയുടെ ഓഫറിന് ഓൺലൈനിൽ മേടിച്ചാന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുവാ സത്യാവസ്ഥ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാനും ഇച്ചിരി കഴിച്ചു. അപ്പൊ നമ്മൾ കൊഞ്ച് വാങ്ങിച്ചു. കൊഞ്ച് വാങ്ങിക്കാൻ കയറിയപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് മാന്തൾ എന്ന് പറയുന്ന ഒരു മീനിന്റെ കാര്യം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു. അന്ന് ഞാൻ വേറെ എന്തോ മീൻ മേടിച്ചത് കൊണ്ട് ഇനി അടുത്ത തവണ അത് വാങ്ങിക്കണമെന്നൊക്കെ ഓർത്തിട്ട് ഇനി പോരുന്നു. ഇന്നിപ്പം ഞാൻ അതും വാങ്ങിച്ചിട്ടുണ്ട്. അത് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കറി വയ്ക്കാൻ പറ്റത്തില്ലെന്നല്ല, കറി വെച്ചാലും കഴിക്കാം, പക്ഷെ വറക്കുന്നതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു. അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്ക് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് വേണ്ട, ദോശയും തക്കാളി ചമ്മന്തിയും വേണമെന്നാണ് പറഞ്ഞത്. അതൊക്കെ രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മാന്തള് പെരട്ടിയൊക്കെ വെക്കാൻ ഇടയ്ക്ക് വറുത്ത് കഴിയാം. ഒരു സാമ്പാർ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉച്ചക്കലത്തേടം എന്തായാലും ഉള്ള കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കാം. സാമ്പാറും കൊഞ്ചും ഒക്കെ നമുക്ക് രാത്രിയിൽ അത്താഴത്തിന് എടുക്കാം. മോനുകൂടെ സ്കൂളിൽ പോയേക്കുന്നു. പിന്നെ വെയിലൊക്കെ താണിട്ട് അമ്മമ്മയുടെ അടുക്കലൊന്ന് പോകണം. മോനുകുട്ടിനെ വിളിച്ചോണ്ട് വരണം. അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തേടം തൊട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറി കഴിക്കാനുള്ളതൊക്കെ എടുക്കട്ടെ. വിശപ്പുണ്ട്. രാവിലെ 2 ദോശ കഴിച്ചിട്ട് പോയതാ. ഇപ്പം വിശക്കുന്നൊക്കെ ഉണ്ട്. ഒരു മീൻ വറക്കാനിരിപ്പുണ്ട്. അത് വറുത്ത് ചോറും രസവും ഉണ്ട്. വേറെ ഒന്നും കൂട്ടാനൊന്നുമില്ല. നമ്മൾ വാങ്ങിയ മീൻ കാണിക്കാം. മാന്തളം കണ്ടിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടില്ല. വീഡിയോക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുമില്ല. ഇപ്പോഴാണ് കാണുന്നത്. കൊഞ്ച് മുടി വളർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ചോദിക്കാൻ. മാനമര്യാദയ്ക്ക് മുടി വെട്ടി വൃത്തിയായിട്ട് നടക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാത്തവരോട് പിന്നെന്തോ പറയാൻ? വൃത്തിയായോ, നല്ല ഭംഗിയുണ്ടോ?
ഒരു കോള് വന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു ചേച്ചി വിളിച്ചതാ കേട്ടോ. ചേച്ചിക്ക് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം കീമോ ഒക്കെ കഴിഞ്ഞ് വന്ന് റെസ്റ്റിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോറ് വിളമ്പി. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ചോറും രസവും രാവിലെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി ദോശയുടെ കൂടെ, പിന്നെ ഒരു മീൻ ഇരുന്നത് വറുത്തു. അതിൻ്റെ പകുതി ഞാനെടുത്ത് പകുതി മുത്തിനെടുത്ത് വെച്ചേക്കുന്നു. മുത്തിന് ദോശ മതി. തക്കാളി ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് വറക്കാതെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഇളയ തമ്പുരാന് കടുക് വറുത്ത് വേണം, വലിയ തമ്പുരാന് കടുക് വറക്കണ്ട. ആ രണ്ടും രണ്ടായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ എന്നാ അതേണ്ട ഇത് മതി, എടുത്തുകൊണ്ട് പോ, കഴിക്കേ. ചൂടുവെള്ളമാ ജഗിനകത്ത്. പിന്നെ മീനും കൊഞ്ചും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. കൊഞ്ച് അവർ വൃത്തിയാക്കി തന്നെങ്കിലും അതിൻ്റെ അകത്ത് ഒരു കറുത്ത നാരൊക്കെ ഇല്ലേ, അതൊക്കെ ഞാനെടുത്ത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. വെയിൽ കൊണ്ടിട്ടാണോ എന്നറിയത്തില്ല, ഒരു വയ്യാഴ്ച അവിടെ ഇട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. 3:30 ആയി. ലക്ഷ്മി ചേച്ചി കൊണ്ടുവന്ന് ഉപ്പിട്ട് ഒരെണ്ണം എടുത്തു, മുത്തിനും കൊടുത്തു. ലക്ഷ്മി ചേച്ചി ഇന്ന് പോയിട്ടുണ്ടാവും. ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ. ഒന്ന് വിശ്രമിക്കട്ടെ കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാണ്, ഉറങ്ങാനൊന്നും അല്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് കിടന്നു. 4:15 നമ്മുടെ കൊച്ചുതമ്പുരാൻ വിളിച്ച് സ്കൂളിൽ നിന്ന് വന്നു. ട്യൂഷനൊന്നും പോയില്ല, ഇങ്ങ് പോരുന്നു. അച്ചച്ചൻ വന്നത് പ്രമാണിച്ച് ഇന്ന് ട്യൂഷൻ ഇല്ല. ഞാൻ ഏത്തക്കാപ്പം ഉണ്ടാക്കി, ചായ ഇട്ടു. തട്ടരുത്, എന്നാ ചായ ഇട്ട് പ്രിയങ്ങളെ. ചായയുടെ കൂടെ ഇതാണ് ഇന്ന് സ്പെഷ്യൽ. എന്നാ സാമ്പാർ വെക്കണം എന്ന് വിചാരിച്ചു. ആ പ്ലാൻ മാറ്റി. കാരണം ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ഏത്തയ്ക്ക ഇനി ഇരിപ്പുണ്ട് 2 എണ്ണം കൂടെ. അപ്പം ഞാൻ പയർ കുക്കറിനകത്ത് ഇട്ടേക്കുന്നു. അതും ഏത്തയ്ക്കയും കൂടെ നമുക്ക് തോരനാക്കാം, അല്ല കൂട്ടുകറി പോലെ ആക്കിയിട്ട് ഇത് എന്തുവാ കൊഞ്ചും റോസ്റ്റ് ചെയ്യാം, മോരുകറിയും വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. മോരുകറി വേണ്ടെങ്കിൽ രസം, അങ്ങനെ അങ്ങോട്ട് കഴിക്കാം. ഇന്ന് ഞാൻ ദോശയ്ക്ക് സാമ്പാർ വെക്കണമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ദോശയുടെ മാവൊക്കെ തീർന്നു. തക്കാളി ചമ്മന്തിയായിരുന്നു രാവിലെ. അപ്പോൾ ഇനി സാമ്പാർ വെച്ചിട്ട് കാര്യമില്ല. ദോശയോ ഇഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാർ വെക്കാം, അത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അങ്ങനെ പോകും. അപ്പോൾ ഇപ്പം നമുക്ക് ഇതൊരു കൂട്ടുകറി പോലെ ആക്കി കൊഞ്ചും റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ മതി. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ എടുക്കണം. ഇഞ്ചി തീർന്നായിരുന്നു, അമ്മയുടെ അടുക്കാൻ ഇച്ചിരി മേടിപ്പിച്ചുകൊണ്ട് വന്നതാണ്, വാങ്ങിക്കാൻ മറന്നുപോയി. നമ്മുടെ മാന്തളത് മസാലയൊക്കെ പുരട്ടി വെക്കട്ടെ. ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടി എല്ലാം ഇട്ട് പുരട്ടി എടുത്തങ്ങ് വെക്കാം. വൃത്തിയാക്കി വെച്ചതേ ഉള്ളൂ. അന്നേരം എനിക്കങ്ങ് വയ്യായിരുന്നു, വെയിൽ കൊണ്ടിട്ട്. ആ ക്ഷീണം കൊണ്ട് ഓടിപ്പോയങ്ങ് കിടന്നതാണ് കേട്ടോ. പയർ ആവിയൊക്കെ പോയി ഏകദേശം വെന്തിരിക്കും കേട്ടോ. ഞാൻ അതിനകത്തോട്ട് ഏത്തയ്ക്ക അരിഞ്ഞതും കൂടെ അങ്ങോട്ട് ചേർത്തു. കുറച്ച് വെള്ളമുണ്ട്, അത് പറ്റുമ്പോഴത്തേക്ക് ഏത്തയ്ക്ക വേവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതിനുള്ള അരപ്പും കൂടെ അരച്ചിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ. മഴ പെയ്താൽ കറണ്ട് പോവല്ലോ. ഉള്ളി അരിയട്ടെ, അങ്ങ് അടുപ്പയിലാക്കാം, എന്നാലേ എൻ്റെ മിക്സിയുടെ ജാർ ഒഴിയത്തുള്ളൂ. മിക്സിയുടെ ജാർ വേണം നമ്മുടെ തോരനെന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, ഒരു കൂട്ടുകറി കേട്ടോ. അവർക്ക് ദോശ മതി. അന്നേരം ഇതിന് നമ്മുടെ കൊഞ്ച് അധികം ഫ്രൈ ആക്കണ്ട, ഒരു കറി ഇച്ചിരി ചാറ് വെച്ചിരി കറി ആക്കത്തില്ല, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദോശ കഴിക്കുന്നത് എങ്ങനെ മഴയ്ക്കാന്ന് തോന്നുന്നു പ്രിയങ്ങളെ. ഭയങ്കര ചൂടെടുക്കുന്നു. മുത്ത് പറയുമായിരുന്നു വന്നപ്പോൾ തൊട്ട് ഭയങ്കര. ഞാൻ പറഞ്ഞു ഇതുവരെ ഇവിടെ എനിക്ക് ആവി തോന്നിയിട്ടില്ല, ഇന്ന് എനിക്കും ആവി എടുക്കുന്നു. ഭയങ്കര വെയിലായിരുന്നു. ആ വെയിൽ കൊണ്ട് ഞാനങ്ങ് തളർന്നു പോയി. അപാര വെയിലായിരുന്നു. ഒന്നുള്ളിയാണ് ഏറെ എടുത്തത്, ഒരു സവാള എടുത്തു. 3 സൈസിലെ കൊഞ്ചോടെ ഉണ്ടായിരുന്നു. ഒന്ന് തക്കാളി കൊഞ്ചെന്ന് എങ്ങനെ കണ്ട എഴുതിയേക്കുന്നത്, അത് ചുമന്ന കളറ്, നമ്മളന്ന് വാങ്ങിച്ചത്. അതിന് വിലക്കുറവാണ്,
260 എങ്ങാണ്ട് 1 കിലോ. അത് പക്ഷെ വൃത്തിയാക്കി എടുക്കുമ്പോൾ ചെറുതാണ്, ഒട്ടും കാണത്തില്ല. പിന്നുള്ളത് കിലോയ്ക്ക് 400. പിന്നെ വലുതുണ്ട്, അത് കിലോയ്ക്ക് 600. നമ്മൾ 400-ൻ്റെതാണ് വാങ്ങിച്ചത്. മുത്തേ മുത്തേ, മോനുകുട്ടൻ മുറ്റം തൂക്കുവാണോ? കുറച്ചു നേരം സൈക്കിൾ ചവിട്ടി, കുറച്ചു നേരം വണ്ടി ഓട്ടമായിരുന്നു. റിമോട്ട് കാർ ലക്ഷ്മി ആൻറ്റി കൊണ്ടുവന്നു. ഇപ്പം മുറ്റം തൂക്കുന്നു. ഞാൻ തൂക്കണമെന്ന് വിചാരിച്ചു, എനിക്ക് വയ്യായിരുന്നു. ഇതെല്ലാം കൂടെ എനിക്ക് വയ്യ. ഇന്നത്തെ പാചകമുണ്ട്, അതും കൂടെ. നാളെ കൊച്ചോളൊക്കെ വരും കേട്ടോ. കൊച്ചോളും മാമിയും വരും. ചിപ്പി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല, അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. ശമ്പളം കൂട്ടിത്തരണമെന്നും പറഞ്ഞ് സമരത്തിനൊക്കെ പോയേക്കുമായിരുന്നു തിരുവനന്തപുരത്ത്. 3-4 കിലോമീറ്റർ നടന്നു. നിങ്ങൾ നടക്കുക, ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ടാകും. നിങ്ങൾക്കല്ലേ അടുത്ത ഒരു സെക്ഷൻ വരുന്നവർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. തൂത്തോങ്ങ് വരെ വരക്കോളുണ്ട്, തൂക്കുന്നു. ഇപ്പൊ സന്ധ്യ ആയിക്കളെ, മതി. ആ മോനെ, ആ കരിയില് തൂത്ത് തന്റെ ഈ ബക്കറ്റിനകത്ത് വാരിയും കള, മതി. അത് അങ്ങ് വരെ തൂക്കണ്ടാക്കളെ, ആ തൂത്ത് കൂട്ടൊരിടത്തോട്ട്, എന്നിട്ട് ബക്കറ്റിനകത്ത് വാരിക്കള. എന്തുവാടാ? കുളിക്കുന്നില്ലയോ? തിരി കത്തിക്കാരണം, വാ കുളിക്കണം. ചാച്ചൻ വന്ന് ഉറങ്ങിയതാ, ഇനിയും കുളിക്കണം ചാച്ചൻ. മോനങ്ങ് കുളിച്ച് തിരി കത്തിക്ക്, വാ. മതി. ഇതുകൊണ്ട് ആ ബക്കറ്റിനകത്തോട്ട് വാരി ആ കരിയില കൂട്ടിയിട്ടേക്കുന്നിടത്തോട്ട് കൊണ്ടുപോയി. പയറും ഏത്തക്കായും കൂടെ ഉള്ള നമ്മുടെ കൂട്ടുകറി ഏകദേശം റെഡി ആയത്. അരപ്പൊക്കെ ചേർത്ത് ഇനി കടുക് താളിച്ച് ചേർക്കുന്നതോടെ അതിൻ്റെ പണി കഴിഞ്ഞു. ഉപ്പൊക്കെ നോക്കി വേവൊക്കെ പരുവായി കേട്ടോ. ഇനി ഇപ്പുറത്ത് നമ്മുടെ കൊഞ്ച് കറിക്കുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കൊഞ്ച് ചേർക്കാൻ പോവാണേ. ഇത് 1 കിലോ മേടിച്ച കുറച്ച് നമ്മുടെ കണ്ണി പിടിക്കാനും വേണ്ടിയെങ്കിലും ഉണ്ട്. റെഡിയാവട്ടെ. ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു, വൻപയറും മാങ്ങയും കൂടി ഒരു കറി വെക്കുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടുന്നെങ്കിലും ഒരു മാങ്ങ തപ്പിയെടുക്കണം. ഇവിടെ ഇടയ്ക്ക് വീഴുന്നുണ്ട്, പക്ഷെ ചിലതൊക്കെ ഈ കാക്കയൊക്കെ കുത്തിയാ വീഴുന്നത്. മാങ്ങയുണ്ട്, അണ്ണാൻ കഴിച്ചും ഒക്കെ, അവരൊക്കെയാണ് അത് ഭക്ഷിക്കുന്നത്. പിന്നെ വീഴുന്നത് കണ്ണിമാങ്ങയാണ്. വിളഞ്ഞ മാങ്ങയും വൻപയറും കൂടെ കറി വെക്കുന്നത്. എന്തോ ഒരു പേര് അതിന് പറഞ്ഞു, മറന്നുപോയി. കഴിക്കാൻ ഉദ്ദേശമുണ്ടോ? വിശപ്പൊന്നുമില്ലേ? മോനുകുട്ടനോ? മ്യോനുകുട്ടനോ? കഴിക്കാം. എന്നാ ബാ ബാ, ചാച്ചൻ വരും, ബാ. ശനിയാഴ്ച അല്ലേ?
അല്ല അമ്മ എടുക്കാൻ പറ്റും. അമ്മ ഇതാണ് ഞാൻ എടുക്കാൻ നോക്കി ഏതായാലും ഇടും. ഞാൻ അതും ഇതും എടുക്കാൻ വേണ്ട. ആ സ്പൂണിക്ക് എടുക്കാൻ ഞാൻ എടുക്കണ്ടേ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു വെക്കണം, തിളപ്പിക്കണം. കഴിച്ചിട്ട് വേണം ചേട്ടാ. ചോറെടുത്തു. ഇനി നമ്മുടെ ഏത്തക്ക പയർ. രസം ഞാൻ കൊച്ചു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു, കുറച്ചേ ഉള്ളൂ. ഇനി ബാക്കിയൊക്കെ നമ്മൾ കൂട്ടി തീർത്തു. കൊഞ്ച് കറി, ദോശ തിന്നേണ്ടത് കൊണ്ട് കറിയാക്കി കേട്ടോ. എന്നത്തെ പോലല്ല, ഇന്നിത്തിരി സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ടിന് നന്ദി. എല്ലാവരോടും സ്നേഹം. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.